ഹലോ സുഹൃത്തുക്കളെ, എസ് ട്രാവൽ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ ഫ്യൂൾ ഒഡോർ പ്രശ്നങ്ങളെക്കുറിച്ച് നാം സംസാരിക്കുകയാണ്. ചിലപ്പോൾ വണ്ടി നിർത്തിയിടുമ്പോൾ അതിൻ്റെ ചുറ്റും ശക്തമായ ഇന്ധനമണം പരക്കുന്ന ഒരു പ്രശ്നം നമ്മിൽ പലർക്കും നേരിട്ടേക്കാം. ഇത് പലപ്പോഴും ഇന്ധന ടാങ്കിനുള്ളിൽ അമിതമായ മർദ്ദം രൂപപ്പെടുന്നതോടൊപ്പം ഉണ്ടാകുന്നതാണ്. ഈ പ്രശ്നം എങ്ങനെ തിരിച്ചറിയാമെന്നും പരിഹരിക്കാമെന്നും നമുക്ക് നോക്കാം. ആദ്യം പരിശോധിക്കേണ്ടത് ഇന്ധന ടാങ്കിൻ്റെ ക്യാപ്പാണ്. ഇന്ധന ക്യാപ്പ് ശരി അല്ലെങ്കിൽ നീരാവി ചുറ്റുമുള്ള അന്തരീക്ഷത്തിലേക്ക് ചോർന്നു പോകാൻ ഇടയാക്കും. നമ്മുടെ വാഹനത്തിൽ ഈ ക്യാപ്പ് മുമ്പ് തന്നെ മാറ്റിയതിനാൽ ഈ ഭാഗത്ത് നിന്ന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. നിങ്ങളുടെ ക്യാപ്പ് നല്ല നിലയിലാണെന്ന് ഉറപ്പാക്കുക. അടുത്തതായി ഇന്ധന ലൈനുകളും ഹോസുകളും പരിശോധിക്കുക. കാലക്രമേണ ഹോസുകൾക്ക് ക്ഷയവും ചോർച്ചയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കണക്ടറുകളുടെ ചുറ്റുമുള്ള ലൈനുകളിൽ പൊട്ടലോ വിള്ളലോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ചെറിയ വിള്ളൽ പോലും ഇന്ധനത്തിൻ്റെ ഗന്ധമുണ്ടാക്കാൻ കാരണമാകാം. അവസാനമായി ഇന്ധന ടാങ്കും പരിശോധിക്കണം. ടാങ്കിന് ലീക്കോ വിള്ളലോ ഉണ്ടെങ്കിൽ ഇന്ധനവാതകങ്ങൾ പുറത്തേക്ക് ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് EVAP സിസ്റ്റം പരിശോധിക്കാം. ഇന്ധന നീരാവി നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് ഇവാപൊറേറ്റീവ് എമിഷൻ കൺട്രോൾ സിസ്റ്റം, ചുരുക്കത്തിൽ EVAP. ഇത് ചാർക്കോൾ കാനിസ്റ്റർ, പർച്ച് വാൽവ്, ഫ്യൂൽ ടാങ്ക് പ്രഷർ സെൻസർ, ഫ്യൂൽ പ്രഷർ റെഗുലേറ്റർ, ഫ്യൂൽ ടാങ്ക് വെന്റ് വാൽവ് തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുന്ന സങ്കീർണ സിസ്റ്റമാണ്. ഈ ഘടകങ്ങളിൽ ഏതെങ്കിലും തകരാറിലായാൽ ഇന്ധന നീരാവി പുറത്തേക്ക് ചോർന്നു പോകാൻ ഇടയാക്കും. അതിനാൽ EVAP ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഫ്യൂൽ ടാങ്ക് വെന്റ് വാൽവ് സാധാരണയായി ഫ്യൂൽ ടാങ്കിന് സമീപം അല്ലെങ്കിൽ കാനിസ്റ്ററിൽ സ്ഥിതി ചെയ്യുന്നു. ടാങ്ക് വെന്റ് വാൽവ് ഇന്ധന ടാങ്കിൽ നിന്നുള്ള വാതകങ്ങൾ കാനിസ്റ്ററിലേക്ക് കടത്തിവിടുന്നു. ഇതാണ് ഫ്യൂൽ പമ്പ്. ഇത് ഇന്ധന ടാങ്കിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പാർട്ട് വാഹനത്തിന്റെ ഇന്ധന സംവിധാനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ക്രമരഹിതമായ ശബ്ദങ്ങൾ ഉണ്ടോ എന്നും ചോർച്ചയോ തടസ്സങ്ങളോ ഉണ്ടോ എന്നും പരിശോധിക്കുക. എഞ്ചിന്റെ നല്ല പ്രകടനത്തിനും ഇന്ധനക്ഷമതയ്ക്കും ഫ്യൂൽ പമ്പ് നല്ല പ്രവർത്തനാവസ്ഥയിലാണെന്ന് ഉറപ്പാക്കുന്നത് അത്യാവശ്യമാണ്. 2007 മോഡൽ ടൊയോട്ട ലാൻഡ് ക്രൂസറിലെ മുഖ്യ ടാങ്കും സബ് ടാങ്കും സെലക്ട് ചെയ്യാനുള്ള സോളിനോയിഡ് വാൽവ് സാധാരണയായി ഇന്ധന ടാങ്കുകൾക്കടുത്തോ വാഹനത്തിന്റെ ഫ്രെയിമിനോടോ ചേർന്നോ ആണ് കാണുന്നത്. ഇതാണ് ഈ വാഹനത്തിന്റെ ചാർക്കോൾ കാനിസ്റ്റർ. ഇതിന്റെ ജോലി ഇന്ധനത്തിന്റെ നീരാവി അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് തടയുക, കൂടാതെ ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുക എന്നതാണ്. പർച്ച് വാൽവ് ഇത് സാധാരണയായി എഞ്ചിന്റെ ഇൻടേക്ക് മാനിഫോൾഡിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്തെന്നാൽ ചാർക്കോൾ കാനിസ്റ്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ധനവാതകങ്ങൾ എഞ്ചിന്റെ ഇൻടേക്ക് ഭാഗത്തേക്ക് കടത്തിവിടുകയും ഇതിലൂടെ ഇന്ധനവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പോകുന്നതിനു പകരം എഞ്ചിനുള്ളിൽ തന്നെ കത്തിത്തീരുകയും ചെയ്യുന്നു. നമ്മൾ റിപ്പയർ ചെയ്യുന്ന ഈ വാഹനം 2007 മോഡൽ ടൊയോട്ട ലാൻഡ് ക്രൂസർ ആണ്. ഈ വാഹനത്തിൽ ഫ്യൂവൽ പ്രഷർ റെഗുലേറ്റർ സെൻസർ ഘടിപ്പിച്ചിട്ടില്ല. ഫ്യൂൽ പ്രഷർ റെഗുലേറ്റർ സാധാരണയായി എഞ്ചിൻ ഫ്യൂൽ റെയിലിനോട് ചേർന്ന് ഇഞ്ചക്ടറിന് സമീപം സ്ഥിതി ചെയ്യുന്നു. ഇന്ധന പ്രഷർ റെഗുലേറ്റർ ഇഞ്ചക്ടറുകളിലേക്കുള്ള ഇന്ധന പ്രഷർ സ്ഥിരമായി നിലനിർത്തി എഞ്ചിൻ പ്രകടനം മെച്ചപ്പെടുത്തുകയും ഇന്ധന ഉപഭോഗം കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ വാഹനത്തിന്റെ EVAP സിസ്റ്റം മുഴുവനായി പരിശോധിച്ചു കഴിഞ്ഞു. ഈ വാഹനത്തിൽ ഫ്യൂൽ ടാങ്ക് വെന്റി വാൽവിന്റെ കണക്ടർ പൊട്ടിയിരിക്കുകയായിരുന്നു. അത് പുതിയത് മാറ്റി ഫിറ്റ് ചെയ്തു. അതോടൊപ്പം എല്ലാ ഭാഗങ്ങളും അഴിച്ച് പരിശോധിച്ച് വീണ്ടും ശരിയായി റീഫിറ്റ് ചെയ്യുകയും ചെയ്തു. റീഫിറ്റ് ചെയ്യുമ്പോൾ എല്ലാ പൈപ്പുകളും, വയറുകളും, കണക്ടറുകളും, ക്ലിപ്പുകളും ശരിയായി സോക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തു നോക്കാം. വാഹനത്തെ 20 മുതൽ 30 മിനിറ്റ് വരെ സ്റ്റാർട്ടിംഗ് മോഡിൽ വെച്ച് എക്സസ് ഫ്യൂവലിൻ്റെ മണം ഉണ്ടോ എന്ന് പരിശോധിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ പ്രശ്നം അനുഭവപ്പെടുന്ന സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉണ്ടെങ്കിൽ അവരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ ഓട്ടോ മെക്കാനിക്കൽ ടിപ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.